ഇന്ത്യ ഭീകരവാദത്തിന് മേൽ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. ആ വിജയത്തിന് മേൽ ഡോക്ടർ ശശി തരൂരിൻ്റെ പ്രശംസയും കൂടി. അതും ആർക്ക്? നരേന്ദ്രമോദിക്ക്. ഇനി ഇത് കോൺഗ്രസ് എങ്ങനെ കൊണ്ടുപോകും? അതെ അതെ, വലിയൊരു അടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോൾ അവരുടെ വക്കീലന്മാർ മിക്കവാറും വരും, കോടതിയിൽ വരും, ഇദ്ദേഹത്തിന് ജാമ്യം വാങ്ങിച്ചു കൊടുക്കാനും ഇദ്ദേഹത്തെ തടവിലിടാൻ അവകാശമില്ല, മനുഷ്യാവകാശ ലംഘനമാണ്. കപിൽ സിബൽ പോലെ കുറേ വക്കീലന്മാരുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ശോഭ കെടുത്താനുള്ള ഒരു ശ്രമം ഇതിൻ്റെ കർട്ടന് പിന്നിൽ നിന്ന് നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടാലും നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടിയാണെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെ അറിയാം, പല കേസുകളിലും നമ്മളിങ്ങനെ അവരെ ഇന്ത്യയിലേക്ക് അയക്കണം, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുതരണം എന്നാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത്. ആവശ്യപ്പെടാറുണ്ട്, അത് സമ്മതിക്കാറുണ്ട്. പക്ഷേ ആ രാജ്യങ്ങളിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ നൂലാമാലകളിൽ കൂടി എപ്പോഴും ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒരിക്കലേക്ക് ഇന്ത്യയിലേക്ക് വാക്കാൽ വിധിയുണ്ടായാലും പ്രായോഗികമായി ഇന്ത്യയിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റെല്ലാവരുടെയും കാര്യത്തിൽ ഇതേ ഉണ്ടായിട്ടുള്ളൂ. കൊള്ള നടത്തിയതിൻ്റെ പേരിലുള്ള ധാരാളം പ്രതികൾ ലണ്ടനിലെ ജയിലിൽ കിടപ്പുണ്ട്, തടവറയിൽ കിടപ്പുണ്ട്. അവരെ എല്ലാം വിട്ടയക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് വാക്കാൽ. പക്ഷേ ഇന്ന് വരെ ഇങ്ങ് നാട്ടിൽ കാലെടുത്ത് കുത്തിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോരോ കേസുകൾ കൊടുത്ത്, ഇവിടുത്തെ പോലെ കേസിൻ്റെ നൂലാമാലകൾ അവിടെയുണ്ട്. ഓരോരോ കേസുകൾ, മനുഷ്യാവകാശ കമ്മീഷനുകൾ, ഇതിലൊക്കെ കൂടി പോയിട്ട് അവർ കേസുകൾ, പെറ്റീഷനുകൾ ഫയൽ ചെയ്ത് അവിടെ തന്നെ അതിൻ്റെ വിചാരണയൊക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞുകൂടി സുഖമായിട്ട് താമസിച്ചു വരികയാണ്. ഇവിടെ ഈ കാര്യത്തിൽ സംഭവിച്ചു. ഈ തഹാവൂർ റാണ മുംബൈയിൽ മഹാനഗരത്തിൽ മഹാനരകം വിതച്ച, അതിന് സഹായിച്ച, അതിൻ്റെ വഴികൾ പറഞ്ഞു കൊടുത്ത, കെട്ടിടങ്ങളുടെ മാപ്പ് ഭീകരവാദികളുടെ കയ്യിലെത്തിക്കുന്നതിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ സഹായിച്ച, അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിൽ തന്നെ ഉണ്ട്, 64. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരനാണ്, അമേരിക്കയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് കാര്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ബുദ്ധിജീവിയാണ് ഈ തഹാവൂർ റാണ. തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമാണ് ഇതിലെ ബുദ്ധികൾ. ഇൻ്റലിജൻസ് ഇതെല്ലാം ചോർത്തിയെടുത്തുകൊണ്ട് എങ്ങനെ പോകണം, ഏതുവഴി പോകണമെന്നെല്ലാം പറഞ്ഞ് ഈ ഭീകരവാദികൾ, കസാബ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിൽ വന്ന ആ ഫിഷിംഗ് ബോട്ടിൽ വന്ന ആ ഭീകരവാദികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ആ പറഞ്ഞു കൊടുത്ത വഴികളില്ലായിരുന്നെങ്കിൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അവർക്ക് ഈ തോക്കെടുത്ത് പ്രയോഗിക്കാൻ മാത്രമേ അറിയാമായിരുന്നു, കസാബിനെ പോലുള്ളവർക്ക്. അതിൽ നല്ല ട്രെയിനിങ് പാകിസ്ഥാൻ പട്ടാളവും ISI അവർക്ക് കൊടുത്തിരുന്നു. നോക്കൂ, നമ്മൾ അവസാനമായിട്ട് കസാബിനെ പിടിച്ച ആളെന്ന് പറയുന്നത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ചാണ്. ധൈര്യമായിട്ട് ഇതുപോലെ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നും വകവയ്ക്കാതെ, സ്വന്തം ജീവൻ വകവയ്ക്കാതെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അദ്ദേഹത്തെ കീഴടക്കാൻ വേണ്ടി പോയി. അവൻ്റെ മുമ്പിലേക്ക് തന്നെ ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര്, ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, അദ്ദേഹത്തിൻ്റെ പേര് ഇക്കാറു ഒബ്ലെ എന്നാണ്. ഇക്കാറു ഒബ്ലെ എന്ന് പറയുന്നത് സാധാരണ പോലീസുകാരൻ. ധൈര്യപൂർവ്വം ചെയ്യുന്നു. ഇവൻ തുരുതുരെ വെടിയുണ്ടകൾ പായിച്ച് അവൻ്റെ തോക്കിലെ ഉണ്ടകളെല്ലാം തീർന്നു എന്ന് അഭിനയിച്ച് അവിടെ കിടന്നു. എന്നിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടി അങ്ങ് ചെന്നു, പിടിക്കുകയും ചെയ്തു. പിടിച്ചു കഴിഞ്ഞപ്പോൾ കോട്ടിനടിയിൽ നിന്ന് തോക്കെടുത്ത് ഒബ്ലയെ വെടിവെച്ചു. അടിവയറ്റിൽ വെടിയേറ്റ്. കാരണം കിടന്നുകൊണ്ടാണ് വെടി, അതുകൊണ്ടാണ് അടിവയറ്റിൽ കൊണ്ടത്, അല്ലെങ്കിൽ തലയ്ക്കായിരിക്കും കൊള്ളുന്നു. അടിവയറ്റിൽ വെടി ഏറ്റുവാങ്ങിക്കൊണ്ട് ഒബ്ലെ വിട പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പോലീസുകാരെല്ലാം ചേർന്ന് കസാബിനെ കീഴടക്കി. അങ്ങനെയാണ് ഇത്രയും ഭീകരവാദികളുള്ള ഒരാളിനെ നമ്മൾ ജീവനോടെ തന്നെ വിചാരണ ചെയ്തത്. അയാൾക്കും നമ്മൾ വക്കീലിനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നൂലാമാലകൾ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ട് ഒരാളെപ്പോലും നമുക്ക് കിട്ടാതിരുന്ന സ്ഥിതിവിശേഷമാണ്. പക്ഷേ നരേന്ദ്രമോദി അധികാരമേറ്റെടുത്ത ആദ്യ നാളിൽ തന്നെ പറഞ്ഞു, മുംബൈ ഭീകരവാദം എന്ന് പറയുന്ന, ഭീകര ആക്രമണം എന്ന് പറയുന്ന ആ നാണക്കേടിൻ്റെ സൂത്രധാരന്മാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും എന്നുള്ളത്.
അതിലിപ്പോൾ ഒരു സൂത്രധാരൻ മാത്രമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തഹാവൂർ റാണി എന്ന് പറയുന്ന 64-കാരനായ ബുദ്ധിജീവി. അദ്ദേഹം വന്നിട്ടുള്ളത് മുംബൈയിൽ മാത്രമല്ല, അദ്ദേഹം എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്തും സന്ദർശനം നടത്തിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഇമ്പാക്റ്റിലേക്കാണ് പോകേണ്ടത്. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് വെച്ചാൽ, അദ്ദേഹം ഒറ്റയാളായിട്ടായിരിക്കില്ല വന്നത്, കൂടെ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പാതയൊരുക്കാനും വേണ്ട സഹായങ്ങൾ നൽകാനും പടമെടുത്തു കൊടുക്കാൻ സഹായിക്കാനും ഒക്കെ ആളുകളുണ്ടാവും, ഏജൻറ്റുമാരുണ്ടാവും. അവരെ ആരൊക്കെയാണെന്ന് ഇനി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കേണ്ടതായിട്ട് വരും. ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും. അതിനാണ് കസ്റ്റഡിയിൽ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ പല തലകളും ഒരുപക്ഷെ ഇവിടെ ഉരുളേണ്ടതായിട്ട് വരും. പലർക്കും സമാധാനം പറയേണ്ടതായിട്ടൊരു സാഹചര്യം ഇന്ത്യയിൽ തന്നെ വരും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നടന്ന മുംബൈയിലെ ഈ ഭീകരാക്രമണത്തിൽ ഒരു ഡെനിയൽ മോഡിലായിരുന്നു പാകിസ്ഥാൻ. തങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. ഇപ്പോൾ ഈ റാണയുടെ കാര്യത്തിൽ തന്നെ, റാണി കാനഡയിൽ താമസിക്കുന്ന ഒരു പൗരനാണ്, ശരിയുമാണ്. വസ്തുതാപരമായി അദ്ദേഹം കനേഡിയൻ പൗരനാണ്. പക്ഷെ പലതവണ ഇദ്ദേഹവും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും കൂടി പാകിസ്ഥാനിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്, വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ അതുപോലെ പ്രധാനപ്പെട്ട നമ്മളീ പറഞ്ഞ താജ്മഹൽ ഹോട്ടൽ, ഒബറോയ് ഹോട്ടൽ, അതുപോലെ തന്നെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ, ട്രൈഡൻറ്റ് ഹോട്ടൽ, അതുപോലെ വിലേപ്പാർലെ താവളങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണത് വിലേപ്പാർലെ. അതിൻ്റെയൊക്കെ ഫോട്ടോയും റൂട്ട് മാപ്പും കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയ ശേഷമാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. പാകിസ്ഥാനിൽ നിന്ന് കറാച്ചി തുറമുഖത്ത് നിന്ന് കുറേ ആൾക്കാർ നേരെ വന്ന് അറേബ്യൻ മഹാസമുദ്രത്തിലൂടെ വന്ന് അവിടെ നിന്ന് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ വന്നിട്ട് അവിടുന്ന് മറ്റൊരു ഫിഷിംഗ് ബോട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെല്ലാം കൂടെ ഘോഷയാത്രയായിട്ട് ചാർത്ത് ചിരിച്ചുല്ലസിച്ചുകൊണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലൂടെ ഇന്ത്യയിലേക്ക് കടന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. കോൺഗ്രസ് ഗവൺമെൻറ് ഒരു പാവകണക്ക് നിസ്സഹായമായി നിന്നപ്പോൾ അവർ വെടിയുതിർത്തുകൊണ്ട്, അവരെ ആഘോഷിച്ചുകൊണ്ട്, കൊല നടത്തിക്കൊണ്ട്, അവരെ കൊലയുടെ പരമ്പര നടത്തിക്കൊണ്ട് നരഹത്യയ്ക്ക് തിരി കൊളുത്തിയത്. എന്നിട്ട് ഒരാളിനെ ജീവനോടെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ വൻ വിജയം തന്നെയാണ്. ഇവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി ധൈര്യപ്പെട്ട് ധാരാളം പേര് വന്നിരുന്നു. സ്പെഷ്യൽ കമാൻഡോകളുടെ പലരുമായിട്ടുള്ള അവരെ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. പലരും നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ പലരും അവരുടെ ഈ വെടിയേറ്റ് അവിടെ മരിച്ചു വീഴുകയുണ്ട്. അവരെ എല്ലാം നമ്മളിവിടെ സ്മരിക്കേണ്ടതാണ്. കാരണം ധൈര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന AK-47 വലിയൊരു വ്യൂഹം അത് തുരുതുരെ ഉതിർത്തുകൊണ്ടിരിക്കുകയാണ്. ആ വെടിയേറ്റ് മരിച്ചു. അവസാനം നമ്മൾ വളരെ ധീരമായിട്ട് ഒരാളിനെ ജീവനോടെ പിടിക്കാൻ നമുക്ക് സാധിച്ചു. അയാളെപ്പോലും കിട്ടിയില്ലെങ്കിൽ വിചാരണ പോലും നടക്കില്ലായിരുന്നു അന്ന്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ആ ഒരു രംഗത്തുള്ള അവരെ നടത്തിയ ഭീകരാക്രമണമാണ് തെളിഞ്ഞു. ഇതിന് പിന്നിലുള്ള ബുദ്ധിയെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാം ഭാഗം കഴിഞ്ഞ് ഈ കൊലപാതകം എന്നുള്ള ആ പ്രാക്ടീസ്, ഇതിൻ്റെ പിന്നിലുള്ള തിയറി, ഇതിനകത്ത് ഈ വലിയ ഒരു വിജയമാണ് നേടിയിരിക്കുന്നത്. അതായത് ഈ റാണയുടെ കയ്യിൽ ഇന്ത്യ വിലങ്ങിട്ടപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിലുള്ള ഒരു വലിയ വിജയം കൂടിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് മോദിയുമായിട്ട് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച പലതവണ ജയശങ്കറിന്റെയും ഒരു വലിയ അധ്വാനം ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഡിപ്ലോമസി ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ ഇതൊക്കെ ആർക്കറിയാം? ശശി തരൂരിന് അറിയാം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇവരിത് ഉണ്ടാക്കിയ റൂട്ട് മാപ്പ് പോലെ തരൂരിനും അറിയാം ഇതിന്റെ റൂട്ട് മാപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രശംസ ചൊരിഞ്ഞത്, അല്ലേ? അല്ല, തരൂരിന് ഇതിന്റെ പ്രയാസം അറിയാം. ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരനെ ഇങ്ങനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാജ്യവും അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. അപ്പോൾ നോക്കൂ, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഇപ്പോഴും വിട്ടു തന്നിട്ടില്ല. അദ്ദേഹം അമേരിക്കയിൽ തന്നെ ഉണ്ട്, സുഖവാസത്തിലാണ്. എന്തുകൊണ്ടാണത്? കാരണം അദ്ദേഹത്തെ വിട്ടു തന്നാൽ രണ്ട് പ്രശ്നങ്ങളാവും. ഒന്നാമത്, ഈ റാണയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. അത് വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കണ്ടീഷൻ ഞാനിത് പറഞ്ഞു തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു വാക്ക് സമ്മതിച്ചുകൊണ്ടാണ് അത് ചെയ്തത്.
അപ്പോൾ അമേരിക്കയ്ക്ക് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഇയാൾ ഡബിൾ ഏജൻ്റാണ്, 2 രാജ്യങ്ങളുടെ ഏജൻ്റാണ്. അമേരിക്കയുടെ ഏജൻറ്റും അതേസമയം പാകിസ്ഥാൻ്റെ ഏജൻറ്റും. അപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അമേരിക്കയുടെ ചില കള്ളങ്ങളും ചിലപ്പോൾ ഇവിടെ അറിയപ്പെടാൻ പാകിസ്ഥാൻ പറയുന്നുണ്ട് കൈ കഴുകി. അല്ല ഡെനിയൽ മോഡല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അതല്ലാതെ രക്ഷയില്ല. അവരിപ്പോൾ ഭിത്തിയുടെ അങ്ങേയറ്റത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ തോക്കുമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുക. ഞാൻ ചെയ്തില്ല എന്ന് കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് ശിക്ഷ കിട്ടാൻ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് പോലെ ഒരു തന്ത്രം, അവരുടെ തന്ത്രം മാത്രമാണ് അറിയാം. ഇതിൻ്റെ അർത്ഥം റാണ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അനിഷേധ്യമാണ്. പാകിസ്ഥാൻ നിഷേധിച്ചാലും ഇല്ലെങ്കിലും അനിഷേധ്യമായിട്ടുള്ള വസ്തുതകളാണ്. അത് ലോക വ്യവഹാരത്തിലും അതുപോലെ തന്നെ ലോക നയതന്ത്രത്തിലും എല്ലാം അതങ്ങനെ തന്നെ രേഖകളായിട്ട്, ജലരേഖകളല്ല രേഖകളായിട്ട് അവശേഷിക്കുകയും പാകിസ്ഥാനെ അപമാനിക്കുകയും ചെയ്യും എന്നുള്ളത് ശാശ്വതമായിട്ടൊരു സത്യം, ചരിത്രരേഖയായിട്ട് തന്നെ നിലനിൽക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.